സ്ലോ മോഷനൊന്നും വേണ്ട, ഞാൻ സ്പീഡാക്കും. അല്ലെങ്കിൽ ശരിക്ക് ബാഗ് വെക്കടാ. ശരിക്കും പറഞ്ഞാൽ ഹെർബൽ ലൈഫ് കുടിക്കണേക്കാട്ടിലും വിശപ്പ് നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ, ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താണെന്നുള്ളത് നമ്മുടെ ഇന്നലത്തെ വ്ളോഗ് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് വന്ന പാടെ ഈ കുക്കറിലിട്ട് ഇളക്കുന്നത് എന്താണെന്നറിയോ? റിഹാൻക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകണം, 8:15 ആകുമ്പോഴത്തേക്കും പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ സമയമാവും. അവനക്ക് കൊണ്ടുപോകാനുള്ള ചോറും ചെറുപയറും കറിയും ഒക്കെ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ പാല് വന്നപ്പോൾ ഞാൻ വേഗം ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ അതിൻ്റെ ഇടയിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ ഷെയ്ക്കാക്കാനുള്ളതൊക്കെ ഞാൻ വർക്കൗട്ടിന് പോണതിന് മുമ്പേ എല്ലാം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ പോയത്. വന്നാൽ എനിക്കറിയാം സമയം കിട്ടൂല എന്നുള്ളത്. അപ്പോൾ പിന്നെ അതങ്ങ് വേഗം ചെയ്തു വെച്ചു. പാലും തിളപ്പിക്കാൻ അപ്പുറത്ത് വെച്ചു. നമ്മുടെ കറികളൊക്കെ ആയപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ചോറും ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ആവും കേട്ടോ. പിന്നെ നമ്മുടെ ചായക്കുള്ള പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ എന്താ, തംബ്നെയിൽ കണ്ടപ്പോൾ വീഡിയോ കണ്ട് കമൻറ്റ് വായിക്കണം. ഇനി ഞാൻ കുറേ ആയി വീഡിയോ കണ്ടിട്ട് കമൻറ്റ് വായിക്കാത്ത കാരണമാണ് വീഡിയോ നോക്കാത്തത്. ഓക്കെ ഇപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് കമൻറ്റ് വായിക്കാറുണ്ട് കേട്ടോ. പിന്നെന്താണ്, ജിനി പൊന്നങ്ങട്ടെ ഒത്തിരി ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പണ്ടെപ്പോഴൊക്കെയോ കേട്ടൊരു വേർഡാണത്, ഇപ്പോഴൊന്നും കേൾക്കാറില്ല. എന്തായാലും താങ്ക്സ് ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചായ ആയപ്പം ചായക്ക് ഒന്ന് അരിച്ചെടുത്തു. നമ്മുടെ ചായ കുടിക്കാൻ കുറേ ആൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരുമ്പോൾ നേരത്തെ കൂട്ടി വിളിച്ച് പറയണം, കാരണം അതിനനുസരിച്ച് പാലൊക്കെ മേടിച്ച് വയ്ക്കണ്ടേ. പിന്നെന്താണ്, കമൻറ്റ് എഴുതാൻ വയ്യ, അതുകൊണ്ടാണ് ജിനിന്ന്. ഓക്കെ എന്നാലും ചെറിയ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഫണ്ണി ആയിട്ടൊക്കെ, വീഡിയോയിൽ എന്തെങ്കിലും കോമഡി കണ്ടാലും പൊട്ടത്തരം കണ്ടാലും ഒക്കെ അത് കമൻറ്റ് ചെയ്തുകൂടെ, അത്രയേ ഉള്ളൂ. വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനത്ര വലിയ കാണാൻ മാത്രമുള്ള വീടൊന്നുമല്ല. 10-30 വർഷം മുന്നേ കെട്ടിയ വീടല്ലേ, 30 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വീടാണ് അപ്പോഴത്തെ ഒരു വീട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഉള്ളിയൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചെറുപയർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ ഷെയ്ക്ക് ആക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ആക്കിയിട്ട് കുട്ടികൾക്ക് ഞാൻ കുറച്ചെടുത്ത് ഷെയ്ക്ക് ആക്കുകയാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് മധുരമൊന്നും വേണ്ട, അവർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് മധുരമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എഗ്ഗ് പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അതേപോലെ അയാൾക്ക് ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബ്രെഡും കൂടെ എടുക്കണം. പിന്നെ ദോശ ഇഡലി ഇതൊന്നും വേണ്ട അത്രേ. അപ്പോൾ എഗ്ഗിന് ഭയങ്കര ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ ചില എഗ്ഗുകൾ പൊളിക്കുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ, ഭയങ്കര പാട്. അതിന് വല്ല ടിപ്സും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ എന്തായാലും റിഹാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കുന്നുണ്ട്, ആയോ നോക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അയൻകുട്ടി കടയിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഷെയ്ക്ക് റെഡിയാക്കി കൊടുത്തു. പിന്നെ ഇതേപോലെ എഗ്ഗും ഒന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വേഗം തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ്. രണ്ടുപേർക്കും ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആയതുകൊണ്ട്. മറ്റേത് ഇഡലി ദോശയൊക്കെ ആകുമ്പോഴേ പിള്ളേർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വീക്കെൻഡിൽ നമുക്ക് അങ്ങനെ ആക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാന്.
അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലാസ്കത്തെ വെള്ളം തന്നെ വേഗം പോയി എടുത്തിട്ട് വന്നു. റിഹാൻക്ക് മാത്രം ഇച്ചിരി ചോറിന് ഒന്ന് എടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഊറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ അവനക്ക് വേണ്ടിയിട്ട് വേഗം ചോറൊക്കെ ഈ ലഞ്ച് ബോക്സിലാക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറുപയർ വേവിച്ചതും കൂടെ ആക്കി കൊടുത്തു. പിന്നെ ഡേറ്റ്സിൻ്റെ പിക്കിളും ആക്കി കൊടുത്തു. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ അവൻ്റെ ലഞ്ച് ബോക്സ്. കറിയൊന്നും എനിക്ക് വേറെ വെക്കാൻ പറ്റിയില്ല കേട്ടോ. അവൻ എങ്ങനെ കഴിക്കുന്ന അറിയില്ല. പിള്ളേരുടെ കയ്യിൽ കറിയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഡേറ്റ്സിൻ്റെ പിക്കിളും വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ്റെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് അവൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങി കേട്ടോ. 8:15 കറക്റ്റ് ഇറങ്ങി. ഇനിയിപ്പോൾ അയാൻകുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കൂടെ എനിക്ക് ഉണ്ടാക്കണം. അവിടെ രണ്ടുപേരും കൂടെ ഫൈറ്റിലാണ് കേട്ടോ. പെരി പെരി മസാല എനിക്ക് വേണം, എനിക്ക് വേണം. അവർക്ക് എഗ്ഗിലത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റിഹാൻ പോയി. അതിനുശേഷം ഞാൻ അയാൻകുട്ടിക്കുള്ള ദോശയും കറിയും ഉണ്ടാക്കുകയാണ്. ചെറുപയറിനെ ജസ്റ്റ് ഒന്ന് കറി പോലെ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് മസാലയും ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര വഴറ്റിയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന്. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് നോട്ടിഫിക്കേഷനൊക്കെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നതാണ്. അയ്യോ, ഈ ഒരു സമയത്തും നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ, വേഗം ഒന്ന് ചെയ്തുകൂടെ എന്ന് എനിക്ക് തന്നെ പറയാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കറി അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശമാവ് എടുത്തിട്ട് വന്നു ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഡെയിലി ദോശ കൊണ്ട് കൊടുത്താലും ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീണു. കൊടുത്താലും അവന് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ സ്കൂളിൽ നിന്ന് കഴിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ല അടിപൊളി റൈസൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലഞ്ച് ബോക്സിൻ്റെ റൈസുകൾ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവൻ കഴിക്കാനും പിന്നെ നമുക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ടും വീഡിയോസിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇത് ചുട്ടു കൊടുക്കുമ്പോൾ അവൻ കഴിക്കില്ല. ചിലപ്പോൾ ഒരു ദോശ കഴിച്ചാൽ കഴിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദോശയൊക്കെ റെഡിയായി ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സിലാക്കിയിട്ട് അവനെയും എല്ലാം സെറ്റാക്കി. 8:30 ആകുമ്പോഴത്തേക്കും ഇന്ന് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കര ഒരു സംഭവം കേട്ടോ. കാരണം ഞാൻ ജിമ്മിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 7:30 കഴിയും. 7:30 വന്നിട്ട് ഞാൻ ചായ വെച്ച് ഇവർക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഏകദേശം 7:50 8 മണി ആയിട്ടുണ്ടാവും. അരമണിക്കൂർ കൊണ്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യണം. അതിലുപരി നമുക്ക് വീഡിയോ എടുക്കും വേണം. രാവിലത്തെ ഈ ഒരു വെത്തപ്പാട് വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് ഭയങ്കര കുറയും കേട്ടോ. ലെങ്ത്ത് ഇപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് രാവിലത്തെ ഈ ഒരു തിരക്കും കാര്യങ്ങളും ചിലപ്പോൾ ലഞ്ച് ബോക്സ് റെസിപ്പിയും എല്ലാം കൂടെ ആയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്രയും വലിയ ലെങ്ത്തിലൊന്നും എനിക്ക് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും കാണിച്ച് തന്നെ കാണിക്കണ്ടേ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. എന്നാലും നമ്മൾ ഒത്തിരി റെസിപ്പികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവർ പോയ ശേഷം ഞാൻ എഗ്ഗിനെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതാണ് ചിലപ്പോൾ എഗ്ഗ് തൊലിയോടെ അങ്ങ് ഇങ്ങനെ പേർന്ന് പോകുന്നു, അങ്ങനെ എന്താ പറയുക, അങ്ങനെ അങ്ങ് ആവും കേട്ടോ. അപ്പോൾ എനിക്ക് ഇക്കാക്കും ബോയിൽഡ് എഗ്ഗാണ്. ഉമ്മാക്കും ഉപ്പാക്കും ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം നമ്മുടെ ഷെയ്ക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓരോ സാൻഡ്വിച്ചേ കഴിക്കുള്ളൂ. കാരണം ഷെയ്ക്കിന് അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മുടെ വയറിങ്ങനെ നിറഞ്ഞ പോലെ ഉണ്ടാവും. ഉപ്പാക്കുന്ന അത് കഴിച്ചിട്ട് ഹെവി ആയിന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നാളെ വേണോ വേണ്ടയോ എന്ന് ചോദിച്ച ശേഷം മാത്രം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഏജ് ആയതല്ലേ, എല്ലാ സംഭവവും ദഹിക്കണം എന്നില്ല. നമ്മൾക്ക് ഏജ് ആവും തോറും ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദഹനശക്തി കുറയും, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദഹിക്കാനുള്ള പാടായിരിക്കും കേട്ടോ. അതേപോലെ ചിയാ സീഡ് ഗ്യാസ് ഉണ്ടാക്കില്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ചിയാ സീഡ് നല്ലൊരു സംഭവം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അത് ഇൻക്ലൂഡ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഷെയ്ക്കിനൊക്കെ നല്ലൊരു തിക്ക് വരും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഈത്തപ്പഴം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരി അത് അവിടെ കിടന്നോട്ടെ, കടിക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ വേഗം കൊണ്ടുവച്ചു. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ. 9:20 ആയിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റാക്കി നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും. പക്ഷേ ഒരു രക്ഷയില്ല. എനിക്ക് എല്ലാം കൊണ്ടുവച്ച്
പിന്നെ എനിക്ക് ആരെയും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും വിശപ്പ് കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് കൈ കഴുകി ബാത്റൂമിലൊക്കെ പോയി വരുമ്പോഴത്തേക്കും എന്തായാലും 10 മിനിറ്റെങ്കിലും ആവുമെന്ന് അറിയാം. അപ്പോൾ പിന്നെ ഞാനിരുന്നു കേട്ടോ, ആരും വെയിറ്റ് ചെയ്തില്ല. കുറച്ച് പെപ്പറും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ എഗ്ഗ് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം എന്താ ഷേക്കും എടുത്തു. ഇപ്പോഴാണ് എനിക്ക് ഒന്ന് സമാധാനമായതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ വെയിറ്റ് കാണിച്ച് തരികയാണ്, കുറഞ്ഞത് കേട്ടോ, കുറഞ്ഞ് എന്നേക്കാൾ കുറയുമോ എന്നാണ് ഇപ്പം എനിക്ക് ടെൻഷൻ. പഠിച്ചോനെ, ഇപ്പം ഏകദേശം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് വെയിറ്റ്. അല്ലെങ്കിലും ഞങ്ങൾ എങ്ങനെയാണെന്നറിയോ, കൂടിയാലും ഒരേ വെയിറ്റ്, കുറഞ്ഞാലും ഒരേ വെയിറ്റ്, ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇക്കാനെക്കാട്ടിലും ഒരു 5 കിലോ എങ്കിലും താഴെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളിപ്പോൾ മത്സരിച്ചിട്ടാണ് അതിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും ആര് ജയിക്കില്ല ഒന്നും അറിയില്ല. മൂപ്പരോട് ഞാൻ പറയും, നിങ്ങളിപ്പോൾ കറക്റ്റാണ്, നിങ്ങൾ ഇനി കുറയ്ക്കണ്ട എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. പക്ഷെ എൻ്റെ മൈൻഡിൽ ഇതാണ് പ്ലാൻ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ വ്ളോഗ് കാണുമ്പോൾ അറിയുമോ എന്നുള്ളത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ വ്ളോഗ് കാണാത്ത, ഒരു വ്ളോഗും കാണാത്ത ആൾ ചിലപ്പോൾ എൻ്റെയൊക്കെ ആയിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ കണ്ടോട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ സ്ഥിരം തുണികളുടെ പരിപാടിയിലോട്ട് ഞാൻ വന്നേക്കുവാണ്. പിന്നെ ലഞ്ചിന് സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ഉണ്ടാക്കണം, അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക. നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ശരിക്കും ഭയങ്കര നന്ദിയുണ്ട്. ഡെയിലി റൊട്ടീൻ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇപ്പോൾ കൂടെ ഒരു കമൻറ്റ് കണ്ടു, ഞാൻ ഡെയിലി കാണാറുണ്ട് എന്ന്. താങ്ക് യു സോ മച്ച്. ചിയാ സീഡ് കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ലേ? എനിക്കും ഉണ്ടാവാറുണ്ട്, ഒരു ശ്വാസം കിട്ടാത്ത പോലെയെന്ന്. ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ, ഞാൻ ഇനിയൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ വീഡിയോ സൂപ്പറായിരുന്നു, രസം റെസിപ്പി സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഭയങ്കര ഈസിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ. ഫുൾ സപ്പോർട്ട് ജിനിക്കുട്ടി, സൂപ്പർ കുക്കിംഗ്, താങ്ക് യു സോ മച്ച്. വീഡിയോ സൂപ്പറായിട്ടുണ്ട്, താങ്ക് യു വീഡിയോ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ അടിപൊളിയാണ്, സൂപ്പർ, താങ്ക് യു സോ മച്ച്. അതേപോലെ ഉണ്ടല്ലോ, നമ്മുടെ കുക്കിംഗ് വീഡിയോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കുറേ മെസ്സേജും പേഴ്സണൽ മെസ്സേജും ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ കുക്കിംഗ് വീഡിയോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരു ചങ്ക് ബ്രോ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ മെനക്കെടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഉള്ളിലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചൊക്കെ ഉണ്ടാക്കണം. സമയം നല്ല ഊണായിട്ടുണ്ട്, നല്ലോണം സമയമായിട്ടുണ്ട്. എന്നാലും ഈസി കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. അയ്യോ, അതിന് മുമ്പായിട്ട് തുണികൾ തോരിയിട്ടിട്ട് വേണം നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ. ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ ചെറുപയർ ബാക്കിയുണ്ട്, അതുപോലെ കുമ്പളങ്ങയും പരിപ്പും ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുക. ഇങ്ങനെ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ട് പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ആക്കിയെടുക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്താ മോഡിഫൈ ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ റെസിപ്പി കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് ടൈം ഞാൻ മോഡിഫൈ ചെയ്യാണ്ട് തന്നെ അത് റെസിപ്പി ആക്കിയിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ലെഗ് പീസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് പാർട്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ചു. കാരണം പാർട്സ് വെറുതെ വെക്കുന്നത് നമുക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കറി എന്തെങ്കിലും ആക്കുമ്പോൾ അതിൽ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലെഗ് പീസൊക്കെ വേഗം കഴുകിയെടുത്തു. പിന്നെ അവിടെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ അതിൻ്റേതായ സ്ഥാനത്തോട്ട് മാറ്റി വെച്ചു. എൻ്റെ വെള്ളം ബോട്ടിലുണ്ടല്ലോ, ഇന്ന് തീർന്നിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ വെറും 1.5 ലിറ്റർ വെള്ളമേ കുടിച്ചിട്ടുള്ളൂ. 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ, എന്തൊരു മഞ്ചാലേ കാണാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ലെഗ് പീസിലോട്ട് നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പകുതി നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാല പെരി മസാലയാണ് കേട്ടോ ഞാൻ ഇതെടുത്തേക്കുന്നത്. 1 സ്പൂണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ആയ ശേഷം നമുക്ക് അതിലോട്ട് കുറച്ചും കൂടി ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
പിന്നെ 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 സ്പൂണ് പച്ചമുളകും ചെറിയുള്ളിയും ചതച്ചതും ഒരു വലിയ സ്പൂൺ തൈരും 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായി അങ്ങ് ഇളക്കിയെടുക്കുക. ഇതിലോട്ട് പെരി പെരി മസ്റ്റാണ് കേട്ടോ. കാരണം ഈ ഒരു ചിക്കനെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു മസാല തന്നെയാണ്. അപ്പം ഞാൻ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തു. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല. നമ്മുടെ പാൻ ചൂടാക്കി, സമയമില്ലാത്തതുകൊണ്ടാട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ടിരുന്ന്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നോട് കമൻറ്റ് വഴി ചോദിച്ചു, വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ലേ, ഓയിലാണോ യൂസ് ചെയ്യാറെന്ന്. ഓയിൽ ചില റെസിപ്പിക്കൊക്കെ നമുക്ക് ഓയിൽ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു റെസിപ്പിക്കൊക്കെ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അല്ലാത്തതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ കേട്ടോ യൂസ് ചെയ്യാറ്. അങ്ങനെ ഓരോ ചിക്കൻ പീസായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. എന്താ പറയുക, ഇനി നമുക്കിതൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഏകദേശം ഒരു വലിയുള്ളിയും പിന്നെ പകുതി വലിയുള്ളിയും വേണം കേട്ടോ. അതേപോലെ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊന്നും മറിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇപ്പം കാണാൻ, പക്ഷെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. ലുക്കും ടേസ്റ്റും അടിപൊളിയാണ്. പിന്നെ ഇതാ 1.5 വലിയുള്ളിയും പകുതി ക്യാപ്സിക്കം ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇളക്കൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെ അങ്ങ് അടച്ച് വയ്ക്കുന്നുണ്ട്. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഞാനിതാ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ചട്ടിയിൽ അങ്ങനെ അടി പിടിക്കില്ല, എന്നാലും ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചുവിട്ട് കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. എന്നാലുള്ളൂ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അപ്പോൾ ഫൈനൽ ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ചും കൂടെ പെരി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വീണില്ലേന്ന് വിചാരിക്കും, പക്ഷെ കുറേശ്ശായിട്ട് വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ സംഗതി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ആഹാ, ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ടയ്ക്കാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. പൊറോട്ട എടുത്ത് ചിക്കനെ കൂട്ടി അങ്ങ് കഴിച്ചാണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ വേഗം പോയി തേങ്ങയൊക്കെ ചുരണ്ടി എടുക്കുകയാണ്. നമ്മുടെ ആ സ്പെഷ്യൽ കറി ഉണ്ടാക്കണ്ടേ, അതിനുശേഷം ഞാൻ കറി ഉണ്ടാക്കി, മോര് കറി ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിളമ്പണയൊക്കെ കാണിക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് എല്ലാവരുടെയും തുടച്ച് തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പോയി കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങ് വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് ഒരു കിടത്തുണ്ടല്ലോ, ആഹാ, സ്വർഗം കിട്ടിയ സുഖമായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഊണ് ഇങ്ങനെയായിരുന്നു. നല്ല പൊന്നി റൈസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതാ ഒരു വലിയ ചിക്കൻ ലെഗ് എടുത്തിട്ടുണ്ട്. അത്ര വലുതൊന്നുമല്ല എന്നാലും. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു കൂട്ടാനില്ലേ, ഈ കൂട്ടാനിൽ എന്തെല്ലാം ഉണ്ടെന്നറിയോ? ചെറുപയറുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ ചെറുപയർ, ഇന്നലെ ഉണ്ടാക്കിയ കുമ്പളങ്ങ, പരിപ്പും കുമ്പളങ്ങി, പിന്നെ അതിലോട്ട് താളിട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, തേങ്ങ ജീരകമൊക്കെ ചതച്ചതും കടുകൊക്കെ പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്കും അത് വേറെ ലെവൽ കൂട്ടാനായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. എവിടെയോ ഇടി പൊട്ടുന്നുണ്ടല്ലോ വടച്ചോനെ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും FBയും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ബൈ.